ടീച്ചറിന് എന്ത് പറ്റി? 2-3 ദിവസമായിട്ട് കാണുന്നില്ല. സ്കൂളിൽ ലീവാണെന്ന് അറിഞ്ഞു. എന്താ? എന്തോ മനസ്സിനൊരു സുഖം തോന്നുന്നില്ല. അങ്ങനെയുള്ളപ്പോ കുട്ടികളെ പഠിപ്പിച്ചാലും ശരിയാവില്ല. അതുകൊണ്ടാ ലീവ് എടുത്തേ. എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാൻ? സാറിന് എങ്ങനെയുണ്ടിപ്പോ? എനിക്കൊരു കുഴപ്പമില്ല. ഇത് ചെറിയൊരു പരിക്കേ ഉള്ളൂ. രാഹുൽ ഇങ്ങനെ ചെയ്തതിന്റെ പേരിലാണോ ടീച്ചർ വിഷമിക്കുന്നത്? ഞാനത് അപ്പോഴേ മറന്നു കേട്ടോ. പക്ഷേ എനിക്കിങ്ങനെ മറക്കാൻ പറ്റില്ല സർ. സാറിനോട് ചെയ്തത് മാത്രമല്ല, പലതും ഉണ്ട് മറക്കാൻ പറ്റാത്തതായിട്ട്. സാറ് ക്ഷമിച്ചാലും മറന്നാലും എന്റെ അനിയൻ ചെയ്ത തെറ്റല്ലാതാവുന്നില്ലല്ലോ. ആ തെറ്റിന് അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. അതിനാ ഞാൻ സാറിനെ കാണുമെന്ന് ചിന്നനോട് പറഞ്ഞു വിട്ടത്. ആ കാര്യം ഓർത്ത് ടീച്ചർ വിഷമിക്കണ്ട. ഞാനത് കാര്യമാക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. എത്ര ആലോചിച്ചിട്ടും രാഹുലിന് എന്നോട് ശത്രുത തോന്നാനുള്ള ഒരു കാരണവും കണ്ടെത്താൻ എനിക്ക് കഴിയുന്നില്ല. നിങ്ങളുടെ വീട് കണ്ടുപിടിക്കാൻ കഴിയാതെ തിരിച്ചു പോയ അവനെ ഞാനാ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി നിങ്ങളുടെ വീട്ടിലെത്തിച്ചത്. എന്നിട്ടും അവൻ എന്തിനാ എന്നെ ആക്രമിച്ചു? ആ ഉത്തരം കിട്ടാനാ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ടീച്ചറോട് ഞാൻ ആ സത്യം തുറന്നു പറഞ്ഞത്. സാറ് പറഞ്ഞല്ലേ, വഴിയറിയാതെ തിരിച്ചുപോയ രാഹുലിനെ സാറാ ഞങ്ങളുടെ വീട്ടിലെത്തിച്ചതെന്ന്. സത്യത്തിൽ ഞങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമായിരുന്നു അത്. രാഹുലിനെ ഞങ്ങളുടെ അടുത്ത് എത്താൻ വഴിയൊരുക്കിയത്. ആരെ പേടിച്ചാണോ ഞങ്ങൾ നാട് വീട്ടിൽ കുട്ടനാട്ടിലെത്തിയത്, അവനെയാണ് സാറ് കുട്ടനാട്ടിലെത്തിച്ചത്. അവനെയാ സാറ് ഞങ്ങളുടെ മുന്നിൽ എത്തിച്ചത്. ടീച്ചറെ എന്തൊക്കെയാ പറയുന്നത്? രാഹുൽ ടീച്ചറിന്റെ അനിയനല്ലേ? അവനെന്താ പ്രശ്നം? എനിക്കൊന്നും അറിയില്ല. സാർ അറിഞ്ഞുകൊണ്ടല്ല അവനെ അവിടേക്ക് കൊണ്ടുവന്നതെന്ന് എനിക്കറിയാം. സാറിനെന്നല്ല ആർക്കും ഒന്നും അറിയില്ലല്ലോ. എന്താ അവന്റെ പ്രശ്നം? പറയാൻ പറ്റുന്നാണെങ്കിൽ പറയൂ. പറയാൻ പറ്റാത്തതുകൊണ്ടല്ല, ഞങ്ങളുടെ കുടുംബകാര്യങ്ങൾ ഒളിച്ചു വെക്കാൻ മാത്രം ഒരു അന്യനാണ് ദേവൻ സാറെന്ന് തോന്നിയിട്ടുമില്ല. പറഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ടാ. ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ടീച്ചറെ, പരിഹാരമില്ലാത്തതോ കാര്യമില്ലാത്തതോ എന്നൊക്കെ തോന്നും. പക്ഷേ മറ്റൊരാൾക്ക് ചിലപ്പോൾ ഒരു പോംവഴി കണ്ടെത്താൻ കഴിഞ്ഞേക്കും. അതുകൊണ്ടാ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണമെന്ന് പറയുന്നത്. ടീച്ചർ എന്താണെങ്കിലും പറയൂ. കുടുംബരഹസ്യങ്ങൾ അറിയാനുള്ള താല്പര്യം കൊണ്ടല്ല, ടീച്ചറെ സഹായിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയല്ല ഞാനിത് ചോദിക്കുന്നത്.